നെയ്മാറിന്റെ അടുത്ത് റോങ് ആവുകയാണെങ്കിൽ ഞാൻ കയറി ഇരിക്കുവേ. ചന്ദ്ര നിന്റെ ട്രിഗർ കൺട്രോൾ ചെയ്യണേ പ്ലീസ്. എടാ ഇവിടെ മിസ്റ്റർ എക്സിന്റെ ഓഫീസിൽ വരാനാണോ പറഞ്ഞത്? ഇതാണ് പിന്നെ ഇവിടെ ഇതെനിക്ക് കാണാൻ അറിയായിരുന്നല്ലോ. കണ്ട അഹങ്കാരം കണ്ട നമ്മളെ വിളിച്ചിട്ട് ഇത് അടച്ചിട്ടേക്കണ്ട. ഇതിങ്ങനെ അടച്ചിട്ടേ ഇടിച്ചൊക്കെ തുറന്നാണ് അല്ല പക്ഷെ എന്നെ തുറക്കുന്നില്ല. ഇനി നമ്മൾ ഇവിടെ ക്യൂ നിക്കണോ? സീറോ ഗെയിം സെൻസ് പറയുന്നതുകൊണ്ട് ഹേറ്റർ ആക്കരുത്. ഇവന്മാരൊക്കെ ആരാടാ ഇവന്മാരൊക്കെ? ബ്രോ ബ്രോ അതെ പുതിയ ആർ പി ഒക്കെ പുതിയതായിട്ട് കാണുന്നോണ്ടാ. എടാ ഇവിടെ വണ്ടി എടുത്ത് വെറുതെ ഇവിടെ വരെ വരുന്നതല്ലടാ ആർ പി. അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, മനസ്സിലായ? അത് അറിയാത്തതിന്റെ പ്രശ്നം. പയ്യെ പഠിക്കും. ചില്ലാതെ പറയടാ വാ. ഏത് വണ്ടി അകത്ത് കയറ്റാൻ പറ്റത്തില്ലെന്ന് അവരുടെ റൂളല്ലേടാ. എന്നാ നമ്മളെ വിളിച്ചിട്ടില്ല നമ്മളൊന്നും, അല്ലാണ്ട് നമ്മൾ പറഞ്ഞിരുന്നാണ് ഇവിടെ. ചന്ദ്ര ആവശ്യം നമ്മുടെ ഗ്യാങ് അസറ്റ്സ് നിലനിർത്തേണ്ടത്. ഇല്ല അണ്ണാ ഞാൻ കാര്യം ചോദിക്കട്ടെ, സംസാരിക്കേ അണ്ണ കൂടെ സപ്പോർട്ട് ചെയ്യണേ. നിന്നെ ഇപ്പൊ ഞാൻ സസ്പെൻഡ് ചെയ്യത്തുള്ളൂ, ഡിസ്മിസ് ആക്കരുത് എന്നെ കൊണ്ട്. ഫോൺ സൈലന്റ് ആക്കണേ, റേഡിയോ ഡിസ്റ്റൻസ്. വണ്ടിയൊക്കെ കേറും. വണ്ടി കയറും ഇല്ലാത്തത്. അല്ല ഞാൻ വരുമ്പോ അവിടെ നിർത്തുന്നത് ആ മറ്റേ ഹെലികോപ്റ്റർ അടക്കല്ലേ അവിടെയാണ് നിർത്താറ് സാധാരണ. ഇതുവരെ ഒരു വണ്ടി ഞാൻ കേട്ടിട്ടുണ്ട്. പുതിയതാണോ? പുതിയതല്ല സാറേ, കൊല്ലം കുറേ. എത്ര കൊല്ലായിട്ടുണ്ടാവും? നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല സാറേ. ഓ ശരി ശരി. ഇത് പ്രശ്നമാവാനാണേ, നിങ്ങളെ മര്യാദ ഇതാണോ? അല്ല ഞാൻ കാര്യം കേട്ടല്ലേ, നിങ്ങളെ മര്യാദ ഇതാണോ? അതായത് നിങ്ങളെ വിളിച്ചിട്ട് നമ്മള് പറഞ്ഞേ അന്നേരം നിങ്ങൾക്ക് വണ്ടി പുറത്തിട്ട് കയറാൻ പറ്റുമെന്ന് നിങ്ങളുടെ ആരാണ് പറഞ്ഞത്? മിസ്റ്റർസിന്റെ മോളിലുള്ള ആള് പറഞ്ഞോ? അല്ല നിങ്ങൾ ഗേറ്റ് തുറക്കുന്ന ആൾക്കാരല്ലേ? ഇത് ഭയങ്കര റോങ് അല്ലേ? എടാ ഗ്യാങ്ങിന് മോളി ഹൈറാർക്കി ഉള്ള ഒരു ആൾക്കാരായിട്ടാണ് അവര് നിക്കണത്. അപ്പൊ അത് സിറ്റുവേഷൻ നമുക്ക് സംസാരിക്കും. ഇവരുടെ അടുത്ത് വെറുതെ അടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, മനസ്സിലായി? ഇത് വെറുതെ നമുക്ക് ഗ്യാങ് സസ്പെൻഷൻ ഇട്ട് തരുത്തതേ ഉള്ളൂ. ഇതെല്ലാരും അഫക്ട് ചെയ്യും. നീ ചില്ലാവ്. ഇപ്പൊ ഒരു ഇത് മേടിക്കാൻ പറ്റുന്ന തരത്തിലല്ല നമ്മള്. ഹലോ മിസ്റ്റർ നമ്മളെ വിളിപ്പിച്ചായിരുന്നു. ചില്ലാവ് ഞാൻ ഡീൽ ചെയ്തോളാം. അവൻ അത് കഴിഞ്ഞ ദിവസത്തെ ട്രിഗറിൽ നിൽക്കും. മിസ്റ്റർ എക്സ് കഴിഞ്ഞ ദിവസം നമ്മള് ഒരു ഓപ്ഷന് പോയായിരുന്നു. അപ്പോൾ ഓപ്ഷൻ നിങ്ങളെ ഹോസ്റ്റ് ചെയ്ത ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം അതായത് സാധാരണ മിസ്റ്റർ എക്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളൊരു ഗ്യാങ് ആയിട്ട് നമ്മൾ ടീമായിട്ട് ഫാമിലി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കും ഒരു ഗ്രൂപ്പ് ഉണ്ട്, നമുക്കും നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആൾക്കാരുള്ളതുപോലെ നമുക്കും നമ്മളൊരു ഫാമിലി പോലെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ ആ ഒരു ഓപ്ഷന് പോയ സമയത്ത് നമുക്ക് അകത്ത് ഒറ്റയ്ക്ക് അവന് പോയി ഇരുന്ന് ഇത് ചെയ്യാനൊരു താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കൂടെ രണ്ടുപേരെയും കൂടെ നമുക്ക് വേണ്ടപ്പെട്ട രണ്ടുപേരെയും കൂടെ കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ചെന്നപ്പം ഐ ഡി കാർഡിൻ്റെ കാര്യം കുറച്ച് ലാസ്റ്റ് മിനിറ്റിൽ അവിടെ എത്തിയത്. അപ്പോൾ ഐ ഡി കാർഡിൻ്റെ കാര്യം അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഐ ഡി കാർഡിൻ്റെ കാര്യം അറിയാത്തത് കൊണ്ട് അവിടെ ചെന്നപ്പോൾ അവർ രണ്ടുപേരും ഐ ഡി കാർഡ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഐ ഡി കാർഡ് മറന്നു വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ കേട്ടത്തില്ല എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ പി ഡിയുടെ സൈഡിൽ നിന്ന് വളരെ മോശമായിട്ടാണ് പി ഡിയുടെ സൈഡിൽ നിന്നൊരു ഇത് വന്നത്. നമുക്ക് ഓപ്ഷൻ അതിനകത്ത് ഡിലേ ആവുന്നു. അപ്പോൾ നമ്മൾ 2 പമ്പ് നിങ്ങളുടെ അതിനകത്തുനിന്ന് ഏകദേശം 2 പമ്പാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ
ഒരു നല്ല എമൗണ്ട് ഞങ്ങൾ അവിടെ സ്പെൻഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് രണ്ടുപേരെ കൊണ്ടുപോകാൻ കൂടെ അവന് കാരണം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഇതാക്കാനും ഞങ്ങൾ വേറൊരാളുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ഒരു പമ്പ് മേടിച്ചത്. അപ്പോൾ നമുക്ക് അവനൊറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്ക് വരാൻ പറ്റുന്ന സാഹചര്യം അല്ലാത്തതുകൊണ്ട് ഞാൻ ഇവനെ ഏൽപ്പിച്ചത്. അപ്പോൾ ബാക്കി ബാലൻസും കാര്യങ്ങളൊക്കെ കൂടെ വന്ന ആൾക്കൂടെ ഷെയർ ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവനുമായിട്ടൂടെ ഡിസ്കസ് ചെയ്ത് വേണമെന്നത്തെ ഡിസിഷൻ എടുക്കാൻ. അപ്പോൾ അകത്തോട്ട് ആളെ കൊണ്ടുവന്നത് മണ്ടേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് പി ഡിയോട് പറഞ്ഞിട്ട് പി ഡിയുടെ അടുത്ത് മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞിട്ട് പി ഡി അത് കേട്ടില്ല. പി ഡിക്ക് സോറി അപ്പോൾ പി ഡിയുടെ അടുത്ത് മൾട്ടിപ്പിൾ ടൈംസ് അത് പറഞ്ഞിട്ടും അത് പി ഡി കേട്ടില്ല. അത് ചെയ്യാനുള്ളൊരു അന്നേരമാണ് ഇത് പോയി പറയണത് പോലെ ഇവർ തമ്മിലൊരു കോൺവെർസേഷനായി. പി ഡിയും ചന്ദ്രനും തമ്മിൽ ഒരു കോൺവെർസേഷനായി. അവിടെ ആ കോൺവെർസേഷനിൽ പെട്ടെന്നൊരു പി ഡിയുടെ വണ്ടി എടുത്ത് ഫ്രണ്ടിലോട്ട് പോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഇവൻ്റെ വണ്ടിയിൽ ഇടിക്കുകയും ചെയ്തു. ഇടിച്ചപ്പോഴത്തേക്കിന് ഇവൻ എന്താണ് കാണിക്കുന്നത് സാർ എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പം ചോദിച്ച സമയത്ത് അവരുടെ സൈഡിൽ നിന്ന് വന്ന റെസ്പോൺസ് മോശമായതുകൊണ്ട് ഇവൻ്റെ വണ്ടി ഇടിച്ച് നശിപ്പിച്ചാൽ അവൻ്റെ ഒരു മോഡിഫൈഡ് കാറാണ് മിസ്റ്റർ എക്സ്. സിറ്റിയിൽ ആരുടെയും കയ്യിലില്ല. അതിൻ്റെ പാർട്സൊക്കെ കുറച്ച് റെയർ അവൈലബിലിറ്റി ആണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത പാർട്സാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് സിറ്റിയിൽ കൊണ്ടുവന്ന വണ്ടിയാണ് അത്. അപ്പോൾ ആ പാർട്സ് അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വണ്ടിക്ക് അത് പെട്ടെന്ന് അങ്ങനെ കിട്ടത്തില്ല. നമ്മൾ അത്രയും പൈസ മുടക്കിയാണ് അത് മേടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ പി ഡിയോട് നമ്മൾ ഡിമാൻഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വേണം, ഇത് റിപ്പയർ ചെയ്യാനുള്ള പൈസ വേണം, നിങ്ങളത് തരണം, ഒരാവശ്യമില്ലാതാണ് വണ്ടി കൊണ്ട് ഇടിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി കൊണ്ട് ഇടിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പി ഡിയുടെ സൈഡിൽ നിന്ന് പൈസയൊന്നും തരാൻ പറ്റത്തില്ല, നിനക്കൊക്കെ വേണമെങ്കിൽ അവിടെ വന്ന് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും ട്രിഗർ ചെയ്യുന്ന രീതിയിലത്തെ സിറ്റുവേഷനിലോട്ട് അത് പൊക്കോണ്ടിരുന്നു. അപ്പം ഞങ്ങൾ സാർ ഞങ്ങളുടെ മിസ്റ്റർ എക്സ് കേജിന് അറിയാം ഓൾറെഡി. കേജിൻ്റെ അടുത്ത് നമ്മളിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ എക്സ് എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും വണ്ടി പ്രാന്തന്മാരാണ്. നമുക്ക് വണ്ടി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പ്രാന്തമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ ഈ മോഡിഫൈഡ് കാർസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് കൊണ്ടു നടക്കുന്ന ടീംസാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും തൊട്ട് കളിച്ചാലും ഒരു പ്രശ്നമില്ല. അതിപ്പോൾ നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയൊക്കെ അവിടെ വെച്ച് അടിച്ച് നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ ഒരു ID കാർഡിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ പേരിലെ തർക്കത്തിൽ അത് അടിച്ച് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അന്നേരമാണ് അവൻ്റെ കയ്യിൽ നിന്ന് പോയി എടുത്ത് ഫയർ ചെയ്യണത്. അത് ജസ്റ്റ് ആൾക്കാരെ ഫയർ ചെയ്തില്ല, അവൻ്റെ വണ്ടി നശിപ്പിച്ചുകൊണ്ട് അവൻ തിരിച്ചു നേരെ അവരുടെ വണ്ടി. അത് ഇതിനു മുമ്പ് നമ്മളുമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്ന, സിറ്റിയിൽ പ്രശ്നം ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ പി ഡിയിൽ ജോലി കിട്ടി കയറിയിട്ടുണ്ട്. അവർ നമ്മളുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് സംസാരിക്കാൻ പോലും ട്രൈ ചെയ്യാറില്ല പലവട്ടോ. നമ്മളെന്തെങ്കിലും സംസാരിക്കുമ്പോൾ തന്നെ ആദ്യമേ തന്നെ ഒരുമാതിരി ഒരു ഊക്കുന്ന താറ്റുന്ന രീതിയിലാണ് തിരിച്ച് സംസാരിക്കുന്നത്. ഇത് മെയിനായിട്ട് ട്രിഗർ ആവാനുള്ള മെയിൻ കാരണം പോലും അങ്ങനത്തെ കുറെ ഇൻസിഡൻസ് ഈ റീസെന്റ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ പി ഡി ആയിട്ട് നടക്കുന്നുണ്ട്. വേറെ കേസുകളുണ്ട് വസു. അതായത് എനിക്ക് കിട്ടിയ റീസെന്റ് ഒരു കേസ് ഉണ്ടായിരുന്നു. കുറച്ച് ഗൺസിന്റെ കേസിൽ നിങ്ങളുടെ ഏതോ ഒരു മെമ്പറിനെ പിടിച്ചു എന്നൊക്കെ ന്യൂസ് എനിക്ക് പി ഡിക്കാർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കൂട്ടത്തില് നീഗൻ എന്ന് പറഞ്ഞിട്ടൊരു മെമ്പർ ഉണ്ടായി. സോ നീഗിന്റെ കയ്യിൽ നിന്നാണ് പി ഡിയുടെ കയ്യിൽ 7 ഗണ്ണ് കിട്ടിയത്. ഇല്ല, അത് ഞാൻ പറഞ്ഞിട്ടാണ്. ആ സിറ്റുവേഷനിലെ വിറ്റ കേസ് അല്ല അത് അങ്ങനെ കൺവേർട്ട് ചെയ്ത്. അതെ അതെ അതെ, അത് അവൻ കൺസൈൻമെന്റ് കണ്ണ് എനിക്ക് എടുത്ത വഴിക്ക് അവന്റെ ബോധം ഒന്ന് പോയായിരുന്നു എടുത്ത സമയത്ത്. ആ സമയത്ത് അവൻ അറിഞ്ഞില്ല കണ്ണ് കയ്യിലുള്ള കാര്യം. അപ്പൊ അവിടെ വെച്ചിട്ട് ഒരു പ്രശ്നമായ സമയത്ത് അവൻ കൈ കണ്ണുണ്ടെന്നുള്ള കാര്യം ഓർത്തില്ല. അന്നേരം പി ഡി അവനെ ടേക്ക് ഓവർ ചെയ്ത സമയത്ത് അവന്റെ കോൺവെർസേറ്റ് ചെയ്യണത്. കൺസൈൻമെന്റ് നിങ്ങളുടെ കൺസൈൻമെന്റ് ലോറി നമ്മുടെ ഗ്യാങ് ഹൗസിൽ എത്തിയതിനു ശേഷം നമ്മൾ ലോക്കറിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവന് ഏകദേശം ഒരു 10-12 കണ്ണ് അവൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ടിരിക്കുന്ന സമയത്ത് അവന്റെ ബോധം പോയി. പെട്ടെന്ന് അപ്പോൾ ഒരു സിറ്റുവേഷൻ ആയെന്ന് പറഞ്ഞ് അവന് ബോധം വന്നപ്പോൾ ഒരു സിറ്റുവേഷൻ ആയെന്ന് പറഞ്ഞ് ചന്ദ്രനെ വിളിച്ചു. ചന്ദ്രൻ അവനെ വിളിച്ചപ്പോൾ അവൻ പെട്ടെന്ന് ആ ധൃതിയിൽ അതെടുത്ത് ലോക്കറി വെക്കാതെ ഇവർ രണ്ടും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാ. അതായത് ഇവർ എന്തുണ്ടെങ്കിലും അങ്ങ് ഒരുമിച്ചായിരിക്കും ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവൻ എന്തോ ഇത് പറ്റിയെന്ന് പറഞ്ഞ് പെട്ടെന്ന് റേഡിയോയിൽ കോൾ വന്നപ്പം അവനതെടുത്ത് വെക്കാതെ നേരെ അതും കൊണ്ട് നേരെ പി ഡിയുടെ അവിടോട്ട് പോയി. അപ്പോൾ അവർ ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് അവിടെ ഒരു ഗൺ ഫൈറ്റ് ആവുമെന്നുള്ളൊരു കാര്യം ഓർത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ ഇതായപ്പോൾ പി ഡി പിടിച്ചപ്പം ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഇൻവെന്ററിയിലുള്ള അവന്റെ കയ്യിൽ ഇരുന്ന ഗണ്ണ് പി ഡി കണ്ട് അത് വിൽക്കാനും ഇതാക്കാനും കൊണ്ടുപോയതല്ല.
ഓക്കെ. അങ്ങോട്ട് എടുത്തു വെച്ചിരുന്ന ഗണ്ണ് കാരണം നമ്മള് കുറച്ചുപേര് ഇനാക്റ്റീവ് ആയതുകൊണ്ട് നീഗിനെ ആയിരുന്നു ചന്ദ്രൻ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചത്. ആ സമയത്ത് അത് എടുത്തു വെക്കാനും പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ട് സഡൻ ആയിട്ട് സിറ്റുവേഷൻ വന്നപ്പോൾ പോയി ഇതായി പോയതാ. അത് ഞങ്ങൾ പീഡിയുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇതായിരുന്നു സംഭവം എന്ന് പറഞ്ഞായിരുന്നു. ആ സീരിയൽ നമ്പേഴ്സ് ക്രോസ് ചെക്ക് ചെയ്താൽ മിസ്റ്റർ മനസ്സിലാവും ഞങ്ങളുടെ ഗൺസ് തന്നെയാണത്. ഓക്കെ, അത് ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് പീഡിയ അടുത്ത്. ആക്സിഡന്റലി നമുക്ക് ഏകദേശം പീഡിയ കണ്ടപ്പോൾ പീഡിക്കാതെ ഷെയർ ചെയ്ത ന്യൂസാണ്. ആൻഡ് വൺ മിസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, മൈനർ സൂര്യബോസ് ചന്ദ്രന്റെ മോനാണ് മിസ്റ്റർ സൂര്യബോസ് ഗണ്ടി നടത്തുന്നുള്ള ന്യൂസ് വന്നത്. ന്യൂസ് അല്ല, വൺ ഓഫ് അങ്ങനെ അവനെ ചാൻസ് ഉള്ളൂ. കാരണം അവന് ഈ കുഞ്ഞ് ടോയ്സ് ഞാൻ മേടിച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെ. അപ്പൊ അത് വെച്ചിട്ട് കളിക്കുന്ന ആളുടെ ഹോബി. പിന്നെ അതെല്ലാം ആയിരിക്കും, എനിക്ക് അറിയത്തില്ല. അല്ലാണ്ട് മറ്റേ കണ്ണെടുക്കുള്ള ആരോഗ്യം പോലെ അവന്റെ വയസ്സ് ഇല്ല. അവന്റെ അത്രയുണ്ട് നമ്മുടെ ഒരു AR വെച്ച് സെറ്റ് ആക്കി കൊടുക്കാന്ന് പറയുന്നത്. ഞാൻ മിസ്റ്റർ എക്സ്, ഞാൻ കേജിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. കേജ് ഇപ്പൊ വരാറില്ല. ഇല്ല, കേജ് ഞങ്ങളായിട്ട് ഒരു ഡീൽ ഉണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ ഈ കാഷ്യൂനട്ട് ഫാക്ടറിയുടെ ഒരു ഡീൽ ഉണ്ടായിരുന്നു. അതൊരു 2-3 months മുമ്പ് നമ്മൾ വലിയ ഇതായിട്ട് പ്ലാൻ ചെയ്തതാണ്. അപ്പം കേജ് എനിക്ക് അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കേജിന്റെ കല്യാണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ മാനേജ് ഇത് ഒരു രീതിയിലായിട്ട് വെച്ചിരിക്കുക. അപ്പം എൻ്റെ അടുത്ത് നമ്മൾ കേജിനെ കൊണ്ടുവന്ന് ഫാക്ടറി കാണിച്ച സമയത്ത് കൂടുതലും മാൻ പവറിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കേജിൻ്റെ നിങ്ങളെപ്പോലെ മിസ്റ്റർ പോലെ വലിയ ആൾക്കാരോടൊക്കെ കൂടെ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ലാർജ് സ്കെയിലും ക്വാളിറ്റിയിലും പ്രൊഡ്യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ കേജ് എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തായിരുന്നു ഓൾറെഡി ഒരു ചൈനയിൽ പോയി അഡ്വാൻസ് മെഷീനറീസ് എല്ലാം എടുക്കണമെന്ന്. അപ്പോൾ ഞാനും ചന്ദ്രനും കൂടെ പോയത്. അപ്പോൾ ഞങ്ങൾ പോയി മെഷീനറീസ് എല്ലാം വാങ്ങിച്ച് വരുന്ന സമയത്ത് നമ്മുടെ സിറ്റിയിൽ കാണുന്നത് പോലെ തന്നത്തെ നമുക്ക് നിങ്ങൾ തരുന്ന AR ഒക്കെ പോലെ തന്നെ സാമ്യമുള്ള ടോയ്സ് ഞങ്ങൾ ചൈനയിൽ നിന്ന് കുറേ മേടിച്ച് സൂര്യബോസിനും ഇവിടുത്തെ കുറച്ച് പിള്ളേർ സെറ്റുകാർക്കെല്ലാം കൊടുത്തായിരുന്നു. അവരുടെ കയ്യിലിരിക്കുന്ന ഗൺസ് വെടിവെച്ചാൽ വെള്ളം മാത്രമേ ചീറ്റത്തുള്ളൂ. പിന്നെ ഒരു ഗോഡ് ഫാദർ ആവാൻ താല്പര്യമുണ്ടോ? എന്തിന്റെ ഗോഡ് ഫാദർ? അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം സിറ്റിയിലോട്ട് 5-10 പിള്ളേർ ഒരുമിച്ചുള്ള വന്നിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് സൂര്യബോസ്. ഓക്കെ, അവർക്കൊരു ഫാമിലി ബിൽഡ് ചെയ്യണം. അവരുടെ കാര്യം നോക്കാൻ ആളില്ല, ഞങ്ങൾ അയച്ചെടുക്കുമെന്ന് വെച്ചിട്ട്. എന്തായാലും ഗണ്ണൊക്കെ മേടിച്ചെടുത്ത് ഒരു ഗോഡ് ഫാദർ നോക്കുന്നുണ്ടോ? അയ്യോ മിസ്റ്റർ എക്സ്, എനിക്കാണെങ്കിൽ ഇവരുടെ ലീഡറായിട്ട് തന്നെ എനിക്ക് ഈ കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല മിസ്റ്റർ എക്സെ. ഞങ്ങളുടെ ഗോഡ് ഫാദർ ഈ സിറ്റിയിലോട്ട് തിരിഞ്ഞു നോക്കുന്നതേ ഇല്ല, വല്ലപ്പോഴേ വരത്തുള്ളൂ. അതുകൊണ്ട് ഒരു ഗോഡ് ഫാദർ ഒരു കൂട്ടം ഓഫ് ആൾക്കാരെ കൂടെ നോക്കാൻ വയ്യ. അത് പിള്ളേരല്ലേ മിസ്റ്റർ എക്സ്, വിളിച്ച് അവർക്ക് ഓരോ ഫാന്റസികൾ ഉണ്ടാവില്ലേ. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഈ കടയിലൊക്കെ കാണുന്ന തോക്ക് ഇതൊക്കെ മേടിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെ കുറേ നാളായിട്ട് തോക്ക് ഒന്ന് ആലോചിച്ച് നോക്കി മിസ്റ്റർ എക്സ്. ചന്ദ്രന്റെ മോൻ മിസ്റ്റർ എക്സ് തന്നെ ആലോചിച്ച് നോക്കി. ഈ ഗ്യാങ്ങുമായിട്ട് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ ഗണ്ണെടുത്ത് ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ കൂടെ ഫാമിലിയുടെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ നടക്കുന്നു. ഇതെല്ലാം കണ്ടു വളരുന്ന മോൻ ഒബ്വിയസ്ലി അവർ ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും എന്ന് കരുതി ഒരു കൊച്ചിനെ നമുക്ക് നമ്മുടെ റിയൽ ഗണ്ണെടുത്ത് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുമോ? അതില്ല. ഞാൻ അതുകൊണ്ട് അവനെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചൈനയിൽ പോയ സമയത്ത് ഞങ്ങൾ കണ്ടതാ. വേറെ കാര്യം എനിക്ക് പറയാനുള്ള മിസ്റ്റർ എക്സ്, ഞാൻ കാര്യം പറയാം. കുഞ്ഞു പിള്ളേരല്ലേ, എനിക്ക് തോന്നുന്നു മേ ബി അതൊരു സിറ്റുവേഷൻ ആയിരിക്കും. ഞാൻ ഒരു ദിവസം കണ്ടായിരുന്നു അവനൊരു ഗ്യാങ്ങിലെ ആൾക്കാരായിട്ട് സംസാരിക്കുന്നത്. മൾട്ടിപ്പിൾ ഗാങ്സ് ആയിട്ട് അവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ മീൻസ് ഇപ്പൊ അറിയാലോ ഈ ഗൺസ് ഗ്യാങ്സ് എടുത്തിട്ട് കൊടുക്കുന്നുള്ള അവനൊരു മുട്ടായി കാശ് കൊടുക്കാന്ന് പറഞ്ഞാൽ തന്നെ എന്നെ വേണമെങ്കിൽ എന്നെ കൊല്ലും. സത്യം. സത്യമായിട്ട് സൂര്യബോസിന്റെ അടുത്ത് ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് നോക്കണം. അത് വളരെ ചെറിയ ഒരു ചെക്കനാണ്. അവൻ ഭയങ്കര ഒരു ഇമ്മച്ചുടെ. പക്ഷെ അത്രയും ചെറിയൊരു പയ്യൻ സിറ്റിയിൽ ഗൺ ഡീൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. പീഡി അവരുടെ കയ്യിൽ നിന്ന് അവന്റെ കയ്യിൽ നിന്ന് ഇതുവരെ ഒരു OG ഗണ്ണൊന്നും പീഡിക്ക് കിട്ടിയിട്ടില്ല. പീഡിയിലെ ഭരത്ചന്ദ്രൻ സാറ് ലോക്കൽ ഗാർഡിയൻ എന്നുള്ള രീതിയിൽ എന്നെ വിളിച്ചായിരുന്നു. കാരണം ചന്ദ്രൻ
ഇവിടെ പളനി പോയിരിക്കുമായിരുന്നു. അപ്പോൾ ചന്ദ്രനും വൈഫും പളനി പോയ സമയത്ത് അവനെ നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ ലോക്കൽ ഗാർഡി എന്നുള്ള രീതിയിൽ എന്നെയാണ് പി ഡിയിൽ വിളിപ്പിച്ചത്. പി ഡിയിൽ വിളിച്ച സമയത്ത് ഭരചന്ദ്ര സാർ പറഞ്ഞ സെയിം കാര്യം എൻ്റെ അടുത്ത് അഡ്രസ്സ് ചെയ്ത് പറഞ്ഞായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ചോദിച്ചപ്പോഴും ഭരചന്ദ്ര സാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഗണ്ണായിട്ട് പിടിച്ചില്ല, നമുക്കിങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അല്ലാതെ സൂര്യബോസിൻ്റെ കയ്യിൽ നിന്ന് ഗണ്ണെന്നുള്ളൊരു സാധനമില്ല. ഈ പിള്ളേരുടെയൊക്കെ കയ്യിൽ ആരെങ്കിലും ഇത് കൊടുക്കുമോ സാറേ? അല്ലല്ല, അതെന്താ കോള് കഴിയുന്നേക്കാളും മുന്നേ കുട്ടിയുടെ വായിന്ന് വന്ന് പെരുമ്മ അവർക്ക് 2 ഗണ്ണ് ഇതാ കേട്ടേ, അങ്ങനെയാണ് വന്നേ. പെരിയമ്മ എന്ന് പറയുന്നത് ശരി അല്ല, ഇത് ഗേൾഫ്രണ്ട് അല്ല, ഞങ്ങൾ എൻ്റെ എക്സ് ഗേൾഫ്രണ്ട് ആണ്. ഞങ്ങൾ ഓൾറെഡി ബ്രേക്കപ്പ് ആയതാ. കാരണം ചന്ദ്രന്റെ മോൻ എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് ഞാനും അവളും റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് എപ്പോഴും ചന്ദ്രന്റെ മോൻ ഒരു സ്പേസ് ഞങ്ങളുടെയൊക്കെ കൊടുക്കുമായിരുന്നു. ഞങ്ങളൊരു മോനെ പോലെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പെരിയമ്മ എന്ന് അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി അവൻ. അപ്പം ഞങ്ങൾ ബ്രേക്കപ്പ് ആയപ്പോഴും പയ്യന് മെൻ്റലി അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ലൈക്ക് ഞങ്ങൾ പെരിയപ്പയല്ല ഇപ്പം അല്ല അവൾ പെരിയമ്മ അല്ല എന്നുള്ളത് മെൻ്റലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റിൽ അതുകൊണ്ട് ഇപ്പോഴും ആ കുട്ടിയെ പെരിയമ്മ എന്നാണ് അവൻ സൂര്യബോസ് വിളിക്കണം. ഇവരിടയ്ക്ക് കിടന്നാ വളർന്ന് അതിനുശേഷം പെരിയപ്പാന്ന് വിളിക്കാൻ തുടങ്ങി. ഓർമ്മ ഉണ്ടോ? പിന്നെ ഇങ്ങനെ മറക്കാൻ പറ്റും? മേ ബി ഇനിയിപ്പോ പുള്ളിക്കാരൻ ഗണ്ടിയിലല്ലോ, ഈ സൂര്യബോസിനെ വെച്ച് ഗണ്ടിയിൽ ചെയ്യുന്ന ആൾക്കാർ വാസുവിനെ ലൈക്ക് ഇതിൽ ഫ്രെയിം ചെയ്യുന്നതാണോ? എനിക്ക് തോന്നുന്നില്ല സൂര്യബോസിന്റെ വെച്ച് ഗണ്ടിയിൽ ചെയ്യുമെന്ന്. കാരണം ഓൾറെഡി അവന്റെ അച്ഛന് പോലും അത് ഡീൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിയും ഇതും ഇല്ലാത്തൊരു കൂട്ടത്തില. അപ്പൊ പിന്നെ മോനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല മിസ്റ്റർ എക്സ് അത് ലാസ്റ്റത്തെ പമ്പ് ഓപ്ഷൻ എനിക്ക് തോന്നിയായിരുന്നു. അല്ല എസ് പമ്പിന്റെ കേസേ അത് ഭയങ്കര ലാഭത്തിലായിരുന്നല്ലേ? പിന്നെ ഞങ്ങൾ 1500 കോടി രൂപയ്ക്ക് മേടിച്ചിട്ട് 1500 ചതി ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ അറിഞ്ഞത്. മിസ്റ്റർ സാർ അത് ഞങ്ങളെ പ്ലാൻ ചെയ്ത് ചതിച്ചതാണ്. വേറൊരു ഇഷ്യൂ ഉണ്ടായിരുന്നേ. റേഡിയോ കണക്ട് ചെയ്തിട്ട് മിസ്റ്റർ എക്സ് വൈറ്റ് എന്നൊരു ഐഡന്റിറ്റി യൂസ് ചെയ്ത്. അപ്പം മിസ്റ്റർ എക്സ് ആണ് ഇവിടെ ഗണ്ണ് സെല്ലിൽ നിന്ന് അറിയണമെങ്കിൽ അത് ഏത് വഴിയാണ് കൊച്ചു പിള്ളേരൊക്കെ അറിയുന്നത്? കൊച്ചു പിള്ളേര് നമ്മളിപ്പോ ഞാൻ കാര്യം പറയട്ടെ മിസ്റ്റർ എക്സ്, ഇപ്പൊ അവൻ കുഞ്ഞല്ലേ. അപ്പൊ ഞാൻ ചിലപ്പോ നിങ്ങളായിട്ട് എന്തെങ്കിലും കോള് വിളിക്കുന്ന സമയത്തും അവൻ ഈ ഉറങ്ങി കിടക്കുകയായിരിക്കും എന്റെ അടുത്തല്ല. ചിലപ്പോ വണ്ടിയുടെ ബാക്കിൽ എനിക്ക് അവനെ മാറ്റി നിർത്താൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ആ സമയത്തോളം അവന് കേട്ടിട്ടുണ്ടോ ഇല്ലെന്ന് പറയാം. കുഞ്ഞല്ലേ, അവന്റെ വയസ്സൊന്നും ആലോചിച്ച് നോക്ക് നിങ്ങള്. അവനെ കൊണ്ട് എന്തായാലും ഗണ്ടി ചെയ്യാനൊന്നും ഒരിക്കലും പറ്റത്തില്ല മിസ്റ്റർ. ഞാൻ അതിൽ ഗ്യാരണ്ടി പറയാം. കാരണം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ഗ്യാങ് ഏതെങ്കിലും ഇങ്ങനെ അവന് മുട്ടായോ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഓപ്പറേറ്റ് ചെയ്തെങ്കിലേ ഉള്ളൂ. അല്ലാണ്ട് ഇല്ല, കുഞ്ഞാണ്, ഭയങ്കര എന്താ പറയാ ആ ഒരു പ്രായമുള്ളൂ അവന്. അപ്പൊ അവന് അത്രയ്ക്കുള്ള ഇതൊന്നും ആയിട്ടില്ല. നിങ്ങൾ തന്നെ ആലോചിച്ചു. സംഭവം ആ ഗണ്ടിയിലേക്ക് ആള് മൊത്തം വിളിച്ച് പറഞ്ഞത് നമ്പർ മാറിയാണെന്ന് പറഞ്ഞിടാം. നമ്മുടെ ആൾക്കാരെ തന്നെയാണ് മൊത്തം വിളിച്ച് ഡീൽ ചെയ്തോണ്ടിരുന്നത്. നമ്മുടെ സ്റ്റാഫിനെ തന്നെ ഡീൽ ചെയ്തോണ്ടിരുന്നത്. അതില് സൂര്യബോസ് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ആള് എലി വിദ്യാലയത്തിലാണ് നിൽക്കുന്നത്. സൈഡിൽ നിന്ന് എലി എന്ന് പറഞ്ഞ ഒരാള് സംസാരിച്ചായിരുന്നു സ്പീക്കർ ഇട്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ആള് പറഞ്ഞത് നാളത്തേക്ക് സ്റ്റോക്ക് ഇറക്കി. ഇപ്പൊ ഈ പേര് പറഞ്ഞ ഈ കുട്ടിക്ക് ഇതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് എനിക്കൊരു പണ്ടേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ നമ്മുടെ സിറ്റിയിൽ കുറച്ച് നാളായിട്ട് ആ സ്കൂളിൽ ശരിക്കും പറഞ്ഞാൽ പഠിപ്പീരും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല മിസ്റ്റർ എക്സെ. കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം 2 പയ്യന്മാരെ ചേർക്കാൻ ചെന്നപ്പോൾ 2 മാസത്തെ ഫീസ് പറഞ്ഞത് 300 കോടി രൂപയാണ്. സാധാരണ നമ്മുടെ സ്കൂളുകളിലൊക്കെ സ്കൂളെന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, സമൂഹത്തിലെ ഒരു കൂട്ടം നല്ല ആൾക്കാരെ വാർത്തെടുക്കുന്ന ഒരു സ്ഥലം. അവിടെ അതിന്റെ മറവില് എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നതെന്ന്. കാരണം ഓൾറെഡി മിസ്റ്റർ എക്സിന് അന്വേഷിച്ചാൽ മനസ്സിലാവും ഈ സ്കൂളിന്റെ പേരിൽ ഒരു കഞ്ചാവ് കേസ് ഉണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി നടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. ഈ എലി എന്ന് പറഞ്ഞ മുമ്പേ എന്താ പേര്, എലി എന്ന് പേര് പറഞ്ഞു. ഈ കുട്ടി ഈയുടെ ഓണർഷിപ്പിലുള്ള സ്കൂളാണ്. അതുപോലെ ചന്ദ്രൻ, നമുക്ക് വേറെ സ്കൂൾ ഇല്ലാത്തത് കൊണ്ട് ചന്ദ്രൻ എന്റെ മോനെ നമ്മൾ അവിടെയാണ് പഠിപ്പിക്കുന്നത്. നിവൃത്തിയില്ലാതെ അവിടെ പഠിപ്പിക്കുക. അപ്പൊ അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയി ഇനി ആ വഴി വന്നതാണോ എന്നുകൂടി അന്വേഷിക്കേണ്ടി വരും. ആളുടെ ബോസിന്റെ പേരും പറഞ്ഞായിരുന്നു നമ്മളോട്. ബോസിന്റെ പേര് എന്താ പറഞ്ഞേ? മിസ്റ്റർ റാംബോ. അതെ, ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചെറുതായിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളത്
അല്ല ഞാനൊരു കാര്യം ഉറപ്പ് പറയാം, അവന് ഇതില് ഒരു പങ്കുണ്ടെങ്കിൽ ഞാനത് എന്താന്ന് വെച്ചാൽ അന്വേഷിച്ചിട്ട് അതിന്റെ പുറകെ ആരാ ഉള്ളതെന്ന് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് നാളെ തന്നെ അല്ല ചന്ദ്ര അതെന്താ അറിയോ, സിറ്റിയിൽ പരക്കെ സംസാരം ഉണ്ട്. ആ എന്താണ് സൂര്യബോസ് കണ്ണ് കച്ചവടം ഉണ്ടെന്നും പല ഞാൻ illegal അറിഞ്ഞില്ലല്ലോ, പരിപാടികൾക്ക് നിങ്ങളും മുന്നിലുണ്ടെന്നും. നേരത്തെ പിടിച്ചെന്ന് പറഞ്ഞില്ല, അന്നേരം എന്റെ അടുത്ത് പറഞ്ഞില്ല നിങ്ങൾ. അപ്പൊ ഞാനിത് ആദ്യമായിട്ട് അറിഞ്ഞു. ഞാൻ അല്ല, ഭയങ്കര മിസ്റ്റർ ഞെട്ടലിലായി. എക്സ് ഒന്ന് ഇവനെ ആ സമയത്ത് ഒന്ന് ഇൻഫോം ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ അന്നേരം തന്നെ എന്തെങ്കിലും നമുക്കറിയാവുന്ന ഡീറ്റെയിൽസ് എന്തെങ്കിലും എടുത്തു ഇല്ല, തരാറുണ്ട്. അതിനുശേഷം പിന്നെ പുള്ളിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. നമ്മൾ കൺഫർമേഷൻ വേണ്ടിയിട്ട് പി ഡിയിൽ നമ്പർ കൊടുത്തപ്പോഴാണ് പി ഡിക്കാര് കൺഫേം ആക്കി പറഞ്ഞത് സൂര്യബോസിന്റെ നമ്പറാന്നുള്ളത്. ഞാൻ എന്തായാലും നാളെ തൊട്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് അവനെ ഫോളോ ചെയ്ത് എന്താക്കെ ചെയ്യണമെന്ന് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് നാളെ തന്നെ ഇൻഫർമേഷൻ പാസ് ചെയ്യാം നിങ്ങളെ. കാര്യം ഈ നമ്പർ കണ്ടപ്പോഴേ പി ഡിക്കാർ ആദ്യം പറഞ്ഞ സൂര്യബോസ് ഓക്കെ. അപ്പൊ എന്താന്ന് വെച്ചപ്പോഴാണ് പറഞ്ഞത് ഓൾറെഡി കുറെ കേസ് ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നത്. അതായത് കൊച്ചിനെ പോലും ഇത്രയും കേസ് വരണമെന്നുണ്ടെങ്കിൽ വളർത്തു ദോഷമാണോ? ഇല്ല ഞാൻ നന്നായിട്ട് അവിടെ തന്നെ. ഞാൻ മാത്രമല്ല, കൂടുതലും അമ്മ ഇല്ല മോനാണ്. ഇല്ല ചന്ദ്ര, അതെനിക്ക് പറയണേ പ്ലീസ്, എനിക്കത് പറയാം. മിസ്റ്റർ എക്സ്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ചന്ദ്രന്റെ മോനല്ല അത്. അതാണ് അതൊരു അനാഥനായ കുട്ടിയാണ് മിസ്റ്റർ എക്സ്. ഒന്നാലോചിച്ച് നോക്കിയേ, ഇവൻ മലയാളി, ഞാൻ മലയാളി. അല്ല, എൻ്റെ ലാംഗ്വേജിന് അതിന് പ്രസക്തി ഇല്ല, എന്നാലും ഞാൻ പറഞ്ഞ നമ്മളെല്ലാം മലയാളത്തിൽ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സൂര്യബോസിനോട് സംസാരിച്ചിട്ടുണ്ടായെങ്കിൽ മനസ്സിലാവും അവൻ തമിഴാ സംസാരിക്കണേ. ചന്ദ്രന്റെ വൈഫും അലീന അതും മലയാളിയാണ്. അപ്പൊ എല്ലാവർക്കും ഒന്ന് ആലോചിച്ച് തന്നെ മനസ്സിലാവും അത് ഒരിക്കലും ചന്ദ്രന്റെ ഒരു മോനല്ല. അത് അവന്റെ അച്ഛനും അമ്മയും എല്ലാം ശരിക്കും തമിഴ്നാട് ബേസിസിലുള്ള ആൾക്കാരാണ്. അപ്പോ അവനെ ശരിക്കും ചന്ദ്രന് കിട്ടിയതാണ്. ചന്ദ്രന് അത്, പക്ഷെ അവന് അതിന്റെ ഒരു കുറവും അറിയിക്കാതെ മിസ്റ്റർ എക്സ് പറഞ്ഞതുപോലെ അവന് കുറച്ച് എക്സ്ട്രാ കെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അവന് കുറച്ച് ഫ്രീഡം, അങ്ങനെ കുറച്ച് ചന്ദ്രൻ അത് അവനെ ഒരു രീതിയിൽ ഹേർട്ട് ചെയ്യില്ല എന്നുള്ള രീതിയിൽ അത്രയും ഇതായിട്ട് കെയർ ചെയ്ത് വളർത്തിക്കൊണ്ട് വന്നൊരു മോനാണ് അത്. അപ്പോൾ അവനെ പറ്റി പെട്ടെന്ന് അങ്ങനെ കേൾക്കുമ്പോൾ അവനത് അക്സെപ്റ്റ് ചെയ്യാനും കേൾക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അവന് അത്രയും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവനിങ്ങനെ അപ്പാന്ന് വിളിക്കുമ്പോൾ അവൻ ചന്ദ്രനെ അപ്പാന്ന് എന്നെ പെരിയപ്പാന്ന് പറയുന്നത്. ബാക്കി നിഷ്കളങ്കത കുറച്ച് പിള്ളേരാണ്. എന്തൊക്കെയായിരുന്നു ഇക്രു, തക്കുടു സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു പ്രാവും വന്നിട്ടുണ്ടായിരുന്നു സാർ. പ്രാവ് ശശികുക്ക്. അപ്പൊ ഇങ്ങനെ കുറച്ച് ആൾക്കാർ കൊണ്ടാ വന്നേ. അപ്പൊ ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരാളും കൂടെ കുറെ ഇങ്ങനത്തെ പിള്ളേരും കൂടെ ആകുമ്പോഴേ അതാ ഞങ്ങള് ആക്ച്വലി അത് ഈ അവൻ അങ്ങനത്തെ ഒരു വിഷമം വരണ്ട എന്ന് വിചാരിച്ചാണ് പല ആഗ്രഹങ്ങളും. ഞങ്ങൾ ഈ ചൈനയിൽ നിന്ന് കളിത്തോക്ക് മേടിച്ചത് പോലും അവൻ ഇവന്റെ കയ്യിൽ എപ്പോഴും കണ്ണിരിക്കുന്നത് കണ്ടുകൊണ്ട് അച്ഛൻ്റെ ആ തോക്ക് വേണം എന്ന് പറഞ്ഞിട്ടിരുന്നു. അങ്ങനെയാണ് നമ്മൾ അതേ സാദൃശ്യമുള്ള കണ്ണ് ചൈനയിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തത്. അത്രക്കുള്ള വിവരമേ ഉള്ളൂ, കുഞ്ഞല്ലേ. അപ്പൊ ഞാൻ എന്തായാലും പറഞ്ഞത് മനസ്സിലാക്കാം. ഞാൻ ഉറപ്പായിട്ട് ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം. പിന്നെ നമ്മളൊരു ഡീൽ ഉണ്ടായിരുന്നു അതിന്റെ ആയിട്ട്. അത് മിസ്റ്റർ എക്സ്, അതിന്റെ കാര്യം നമുക്ക് പിന്നീട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പൊ എല്ലാം കൂടെ എന്റെ തലക്ക് കയറി ഭ്രാന്ത് വട്ടുപിടിച്ചിരിക്കുക. നമുക്ക് അതൊരു 3-4 ദിവസത്തിനുള്ളിൽ ആ ഒരു ഡീൽ ക്ലോസ് ചെയ്യണ്ടേ? അത് 3 ദിവസം പോലും വേണ്ട, 2 ദിവസത്തിനകത്ത് ആ ഡീൽ ഒക്കെ കേൾക്കാം. നാളെ മറ്റന്നാളെ എനിക്ക് മട്ടൻ ബിരിയാണി കഴിക്കാൻ പോകണ്ടേ? മട്ടൻ ബിരിയാണി അത് കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിയില് ഓക്കെ. അപ്പൊ മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് എന്ന് വരും? ചൊവ്വാഴ്ച അതിലും നല്ലൊരു ബിരിയാണി സദ്യ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മട്ടൻ ബിരിയാണി കഴിക്കാൻ ഞാൻ മിക്കവാറും ഞാൻ വരാം. എന്തായാലും നോക്കട്ടെ, റിവ്യൂ ഒന്ന് പറയണം കേട്ടാ. അതിനനുസരിച്ച് വന്ന് കഴിക്കാന്ന് വിചാരിച്ച്. നാളെ തന്നെ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞാൽ, ചന്ദ്രൻ ഇവിടെ വന്ന സമയത്ത് മിസ്റ്റർ എക്സിലെ 2 ആൾക്കാർ ഇവിടെ ഗേറ്റിന്റെ അവിടെ വെച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ മിസ്റ്റർ എക്സിന്റെ അടുത്ത് നിന്ന് ചൂടാവുന്ന രീതിയിൽ സംസാരിച്ചായിരുന്നു. അതിന്റെ കാരണം
ഓൾറെഡി ഇതിങ്ങനെ ട്രിഗർ ആയിട്ടിരുന്നപ്പോൾ മിസ്റ്റർ എക്സിൽ നിന്ന് വിളിച്ചപ്പോൾ ഇവിടെ വണ്ടി ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെ സംസാരിച്ച് വന്നത്. അത് അങ്ങനെ മിസ്റ്റർ എക്സിനോടുള്ള പ്രശ്നത്തിൻ്റെ പുറത്ത് സംസാരിച്ചതല്ല. ഇന്നലെ ആ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന PD ആൾക്കാരും അതുപോലെ തന്നെ മിസ്റ്റർ എക്സിലുള്ള ആൾക്കാരും അതിനകത്ത് ഒരു ഫെയർ ആയിട്ടുള്ള ഡിസിഷൻ അവിടെ എടുത്തില്ല എന്നുള്ളൊരു വിഷമം അവന് നല്ല രീതിയിലുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത്രയും റിലേഷൻഷിപ്പ് നിങ്ങളോട് കീപ്പ് ചെയ്യുന്ന ഒരാൾക്കാരാണ് ഞങ്ങളുടെ സൈഡിൽ നിന്ന്. അങ്ങനെ ഇതുവരെ മിസ്റ്റർ എക്സിന് ഇതുണ്ടാക്കുന്ന രീതിയിലത്തെ സാധനങ്ങളൊന്നും നമ്മളങ്ങനെ അധികം വലുതായിട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ എപ്പോഴും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് നിങ്ങളോട് കീപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. ഇപ്പം മിസ്റ്റർ എക്സ് ആണെങ്കിലും അവിടെ PD അന്നേരം നിങ്ങൾ അത്രയും ഗ്രാൻഡായിട്ട് നടത്തുന്ന ഒരു പരിപാടിക്കകത്ത് നമ്മളവിടെ വരുമ്പോൾ ഉറപ്പായിട്ടും PD ആണെങ്കിലും എന്താണെങ്കിലും നമുക്കൊരു ഇൻട്രാപ്ഷൻ എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ അത് ഇടപെട്ട് സോൾവ് ചെയ്ത് തരും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ. അപ്പോൾ ചന്ദ്രനും നല്ലതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനത് കിട്ടാത്തതിൻ്റെ ഒരു വിഷമം നല്ല രീതിയിലുണ്ട്. അതിലെന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പോൾ DOJ ഗവൺമെന്റ് ആക്റ്റീവ് ആണല്ലോ. DOJ ആൻഡ് BOC ഒക്കെ വന്നിട്ടുണ്ട്, ബ്യൂറോ. ഓക്കെ, അപ്പോൾ ഇവരുടെ ഇൻസ്ട്രക്ഷനിലാണ് PD വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഇതാണ്, ലൈക്ക് രജിസ്ട്രേഷൻ ഉള്ളവർക്ക് ID കാർഡ് ഉള്ളവർ മാത്രം ഉള്ളിൽ കയറ്റിയാൽ മതി എന്നുള്ളത്. അപ്പൊ അതിൽ നമുക്ക് അതില് ഇപ്പൊ വാസുക്ക് വരെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കത് ഇൻഫോം ചെയ്യാൻ പറ്റും. ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്യണേ. അത് കാരണം DOJ ഇന്നലെ മുച്ചിരി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സിറ്റുവേഷനിൽ വെച്ചിട്ടാണ് DOJ ഒക്കെ വിളിച്ചായിരുന്നു. അവൻ വിളിച്ചിട്ട് അവൻ ചോദിച്ചു കേറാൻ പറ്റുമോ ഞങ്ങൾക്ക്, ഇതുപോലെയാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞപ്പോ ആ മുച്ചിരി എടുത്ത് DOJ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ മിസ്റ്റർ എക്സ് നിങ്ങൾക്ക് അപ്രൂവൽ തരുവാണെങ്കിൽ നിങ്ങൾ കയറിക്കൊന്നാ പറഞ്ഞു. അപ്പോഴത്തേക്കും അവിടെ ഓൾമോസ്റ്റ് പകുതിയായി ഓപ്ഷൻ. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ അത് പറഞ്ഞു പിന്നെ വിളിച്ചായിരുന്നു അവിടെ വെച്ചിട്ട് തന്നെ. അപ്പൊ ഞങ്ങൾ കുറച്ചുകൂടി, കാരണം ഈ പറഞ്ഞ പോലെ ഞങ്ങള് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ ഒന്ന് കാരണം ഈ പമ്പ് ഓപ്ഷനും ഇതൊക്കെ എന്താ പറയാ, നമ്മൾ ഒറ്റയ്ക്ക് പോയി ഇരുന്ന് വിളിക്കുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് ഈ DOJ തൊട്ട് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് BOG. നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് എത്ര ആൾക്കാർ വരുന്നുണ്ടെന്നുള്ള എല്ലാവരുടെയും പ്രീ രജിസ്റ്റേർഡ് ഡീറ്റെയിൽസും ID കാർഡും വേണം. കാര്യം അവർക്ക് അത് വെച്ചിട്ട് EDയും ടീമൊക്കെ ഉണ്ട്. ഈ പിടിക്കുന്ന നിങ്ങൾ ഓപ്ഷൻ വിളിക്കുന്ന കാശ് ഏത് ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വിഷമം മാറ്റി തരാം. ഇപ്പൊ ഒരു മിനിറ്റ് ഇനി ഇട് നോക്കാം ആർക്കാ വിഷമം. ഇല്ല സാറേ, എനിക്കൊന്ന് മുതുക്ക് പമ്പൊക്കെ വിളിച്ച ഓപ്ഷനിൽ നമ്മൾ കയറ്റിയിട്ടുണ്ട് ആക്ച്വലി. എനിക്കൊന്ന് അങ്ങനെയാണ് നിങ്ങൾ ആ പമ്പ് വിളിച്ചെടുത്തത് ആക്ച്വലി. അതിന് പെർമിഷൻ ഇല്ലാത്ത കേസാണ്, പക്ഷെ അതങ്ങനെ പെർമിഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഇൻഫോം ചെയ്തിട്ടില്ല. ഇല്ല, ദാറ്റ്സ് ഫൈൻ. ഞാൻ അത് ഒരു വിഷയമായിട്ട് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ അതുകൊണ്ട് കേറിയില്ല. എന്തായാലും ഞങ്ങള് നമുക്ക് അല്ലാത്തവരെ കൂടെ എന്തിനാ പീഡിയായിട്ടുള്ള സിറ്റുവേഷൻ ആണ് ശരിക്കും അങ്ങനെ ബാഡ് ആയത്. ഞങ്ങൾക്ക് PD അങ്ങനെ തീരെ അവർക്ക് ജസ്റ്റ് വണ്ടി തട്ടിയതിന്റെ കാശ് നമ്മുടെ തീർക്കാന്നുള്ള കേസ് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇതാ ഒട്ടും എന്താ പറയാ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരം അവർ സൈഡിൽ നിന്ന് വന്നത് കൊണ്ടാണ് ആ സിറ്റുവേഷൻ അത്ര ട്രിഗർ ആയത്. നമുക്ക് എല്ലാവർക്കും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് അവര് സംസാരിച്ച് ഒട്ടും പറ്റത്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അവര് നമ്മളെ വണ്ടിയിലാണ് ഇടിച്ചത് മിസ്റ്റർ എക്സ്, മനസ്സിലായില്ലേ? നമ്മളല്ല അങ്ങോട്ട് ഇടിച്ചത്. നമ്മളെ വണ്ടി കൊണ്ട് ഇടിക്കുമ്പോഴത്തേക്കും അവരാണ് ആ മാന്യത കാണിക്കേണ്ടത്, കാശ് തരണമെന്നുള്ളത്. അത് ഞാൻ ഇപ്പൊ നിങ്ങളെ വിളിപ്പിച്ചതെന്ന് വെച്ചാൽ നിങ്ങളെ സൈഡ് വെക്കാൻ വേണ്ടിട്ട്, കാര്യം PD ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ടേ. മനസ്സിലായി. അല്ലെങ്കിൽ അത് പിന്നെ PDക്കാരൊന്നും നമ്മുടെ അടുത്ത് വളരെ കഥ പറയും. അതൊന്ന് സ്പെസിഫൈ ചെയ്യണല്ലോ. പിന്നെ പിന്നത്തെ കേസ് ഇവിടുത്തെ ഓഫീസ് ഡേക്കർ എനിക്ക് നിങ്ങൾ ഒരു വട്ടം ഒരു വട്ടം മാത്രമല്ലേ ഓഫീസ് വന്നിട്ടുള്ളൂ വാസു? ചന്ദ്രൻ 2 വട്ടം വന്നിട്ടുണ്ട്. മെയിനായിട്ട് ഗ്യാങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈയിടെയായിട്ട് റീസെന്റ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്നത് ചന്ദ്രനായിരുന്നു. ഞാൻ KJ ഏൽപ്പിച്ച ഈ കശുവണ്ടി ഫാക്ടറിയുടെ പുറകെയാണ്. മിഷനറീസ് ആൾക്കാര് എല്ലാം ഞാൻ കുറച്ച് നാളായിട്ട് അതിന്റെ പുറകെ തന്നെ ഇരിക്കുക. അപ്പൊ ഗ്യാങ്ങിന്റെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് ചന്ദ്രൻ തന്നെയാണ്. ചന്ദ്രൻ അങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞപ്പോഴേ വണ്ടി കയറ്റാൻ പറ്റില്ലേന്ന് ചോദിച്ചു എന്ന് പറഞ്ഞപ്പോ എനിക്കും ലൈക്ക് അതാ പറഞ്ഞില്ലേ അത് ഞാൻ എന്താ ഞാൻ അങ്ങനെ ചോദിച്ചത്. കാരണം ഇപ്പൊ ഈ സിറ്റുവേഷനില് മിസ്റ്റർ എക്സ് നമുക്ക് സംസാരിക്കാൻ വേണ്ടിട്ടല്ല, നിങ്ങൾ വിളിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോ എന്താ പറയാ ഇവിടെ ലൈക്ക് വേറെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങോട്ട് വരുമ്പോ എന്നാണ് എനിക്ക് എന്റെ വിശ്വാസം. അതുകൊണ്ട് എനിക്ക് ചോദിക്കേണ്ടി വന്ന അവരുടെ അടുത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന്. എന്തെങ്കിലും ബാഡ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, വേറെ ഒന്നും
ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സൈഡിൽ നിന്ന് പറയണമെന്നുണ്ടായിരുന്നു മിസ്റ്റർ എക്സ്. അതായത് ഈ ഒരു നിങ്ങൾ ഈ പി ഡിക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇവിടുത്തെ ഫാമിലീസിലുള്ള എല്ലാവരുടെ അടുത്തും പി ഡിക്കാരും ആ ഒരു ഇത് കൊടുക്കുന്നുണ്ടോയെന്ന് കൂടി ഒന്ന് ഇതാക്കണം. കാരണം നമുക്ക് അനാവശ്യമായിട്ട് പി ഡിയെ പോയി ഇത് ചൊറിയേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. നമ്മളതിപ്പോൾ ചെയ്യുന്നുമില്ല. അപ്പോൾ അവരുടെ സംസാര രീതികളും കുറച്ച് നമ്മൾ പ്രത്യേകിച്ച് നിങ്ങളായിട്ട് ഡീൽ ചെയ്യുന്ന ഗ്യാങ് ഫാമിലീസിൻ്റെ അടുത്ത് അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കേണ്ടയും കൺസിഡർ ചെയ്യേണ്ടയും എനിക്ക് മിസ്റ്റർ എക്സിൻ്റെ ഒരു വൺ ഓഫ് ദ റെസ്പോൺസിബിലിറ്റിയിലുള്ളൊരു കാര്യമായിട്ടുകൂടി തോന്നുന്നുണ്ട്. ഓക്കെ, നോക്കട്ടെ, നമുക്കത് സെറ്റ് ചെയ്യാം. ഞാനിപ്പോ ഇത് എമർജൻസി ആയിട്ട് വിളിപ്പിച്ചെന്ന് വെച്ചാല് പി ഡി സൈഡിൽ നിന്ന് അത് കേസും കാര്യമായിട്ട് ഡീൽ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും എക്സ്പ്ലനേഷൻ നമ്മുടെ അടുത്ത് വരും. ഫാദർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിപ്പിച്ചാൽ മതി മിസ്റ്റർ എക്സ്. ഇൻ കേസ് ഇപ്പൊ പി ഡി വരുവാണെങ്കിലും നമ്മളിത് വന്ന് സംസാരിക്കാൻ റെഡിയാണ്. പി ഡിയുടെ മുമ്പിലാണെങ്കിലും നമ്മൾ വന്ന് ഇപ്പൊ നടന്ന കാര്യങ്ങൾ സംസാരിക്കാൻ റെഡിയാണ്. അതുപോലെ നിങ്ങളുടെ സൈഡിൽ നിന്ന് അഡ്വക്കേറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. ഞങ്ങൾക്ക് അഡ്വക്കേറ്റ് ഉണ്ട്. അല്ല, അഡ്വക്കേറ്റിന് എക്സാം പാസ്സാണോ? കേട്ടില്ല. എക്സാം പാസ്സാണോ അഡ്വക്കേറ്റ്? ഞാൻ പാസ്സായ അഡ്വക്കേറ്റ് ആണ്. പുള്ളി MBBS അല്ല, LLB. MBBS അതല്ല, നമ്മുടെ സിറ്റിയുടെ ഡിഒജെയുടെ എക്സാംസ് ഉണ്ട്. അത് പാസ്സായാലേ കേറ്റുള്ളൂ കോടതിയില്ല. ആണല്ലേ? എന്തായാലും ആവശ്യം കൂടുതൽ കേസസ് ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ഒരാളുള്ളത് നല്ല മാത്രല്ല, നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവും. കഴിവുള്ള ആളാണെങ്കിൽ ബാക്കിയുള്ളവർ വിളിക്കും. അത് ശരിയാ. നമ്മൾ എന്തായാലും എത്ര പെട്ടെന്ന് ഒരു വക്കീലിനെ എന്തായാലും സെറ്റ് ചെയ്യാം. പണ്ടാതെ എവിടെ പറഞ്ഞ പോലെ പണി വരെ ഉണ്ടാവാ. അതെ ശരിയാ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ? അതെ മിക്കവാറും ഒരു പ്രിവെൻഷൻ ആവശ്യം വരും. അതെ നമ്മളത് ഡീൽ ചെയ്തോ. അപ്പൊ മിസ്റ്റർ എക്സ് ഞങ്ങളൊന്ന് പൊക്കോട്ടെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നിങ്ങളൊന്ന് ലീവ്. ഇതൊന്ന് പറഞ്ഞേക്കണം. പിന്നെ നമുക്ക് ചൊവ്വാഴ്ച കാണണം. ഉറപ്പായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു മിസ്റ്റർ എക്സ്. ഓക്കെ, ബൈ. Pass on a connect to radio as a